പൊന്നാനിയിൽ പ്രവാസിയുടെ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 300 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ 8 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ 3 പേർ അറസ്റ്റിൽ. പൊന്നാനി സ്വദേശികളായ സുഹൈൽ, നാസർ, പാലക്കാട് സ്വദേശി മനോജ് എന്നിവരാണ് പിടിയിലായത്. ഏപ്രിൽ 13-ന് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപമുള്ള രാജേഷിൻ്റെ വീട്ടിലായിരുന്നു പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ നടുക്കിയ കവർച്ചയുണ്ടായത്. വിവിധ കവർച്ച കേസുകളിൽ പ്രതികളായ 3 പേരും ജാമ്യത്തിൽ ഇറങ്ങി പൊന്നാനിയിൽ സംഗമിച്ചത് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം വഴിത്തിരിവിലെത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഭവ ദിവസം രാജേഷ് കുടുംബത്തോടൊപ്പം ദുബായിലായിരുന്നു. വീട്ടിലെ ലോക്കറിലായിരുന്നു സ്വർണം. വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരി വീടിൻ്റെ പിൻവശത്തുള്ള ഗ്രില്ല് തകർത്ത നിലയിൽ കാണുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അലമാരയും മറ്റും തുറന്നിട്ട നിലയിൽ കണ്ടെത്തി. ഉടൻ വീട്ടുടമയെ വിവരം അറിയിക്കുകയായിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും. വേറെ ഏതെങ്കിലും സ്വർണ്ണ കവർച്ചയുമായിട്ട് ബന്ധമുണ്ടോ അവർക്ക്? കോഴിക്കോടൊക്കെ കേന്ദ്രീകരിച്ച് നേരെ മറിച്ച് ഈ കേസ് എന്ന് പറയുന്നത് വീട് കേന്ദ്രീകരിച്ചിട്ടുള്ള അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.